തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടവ് നയം സ്വീകരിക്കുമെന്ന് തൃണമൂൽ കോൺഗ്രസ് നേതാവ് PV അൻവർ. ആരെ വാതിലും തൽക്കാലം പോയി മുട്ടാനോ തുറക്കുന്നുണ്ടോ എന്ന് ചോദിക്കുവാനോ നിൽക്കുന്നില്ല. സമദൂരം പാലിക്കും. മൊത്തത്തിൽ അടവു നയമാണെന്നും അൻവർ പറഞ്ഞു. നവംബറിൽ വരാൻ പോകുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പരമാവധി ആളുകളെ മത്സരിപ്പിച്ച് അത് സംഘടനാശേഷി വർദ്ധിപ്പിച്ച് സാധാരണക്കാരായ ആളുകൾക്കും പ്രവർത്തകർക്കും ഈ ത്രിതല പഞ്ചായത്തിലെ ഭരണത്തിലെത്തി നാട്ടിലെ ജനങ്ങളുടെ വിഷയങ്ങൾ ഉയർത്തി കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനവുമായി ഞങ്ങൾ സജീവമായി മുന്നോട്ട് പോകുന്നു. അല്ല, നമ്മളിപ്പോൾ വെള്ളിയാഴ്ച നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഉണ്ട്, അതിലൊരു ഫൈനൽ തീരുമാനം ഉണ്ടാവും. നമ്മളിപ്പോൾ ഓൺലൈൻ 1-2 മീറ്റിങ്ങുകൾ നടത്തി ചർച്ച ചെയ്ത് എത്തിയിരിക്കുന്നത് കേരളത്തിലെ ഏകദേശം 22,600ഓളം സീറ്റുകൾ വരുന്നുണ്ട് ത്രിതല പഞ്ചായത്തിൽ. അത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള. അപ്പോൾ ഇവിടെ പരമാവധി ആളുകളെ നമ്മൾ മത്സരിപ്പിക്കാനുള്ള ഒരു ആലോചന നടക്കുന്നത്. അതോടൊപ്പം എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും നമ്മൾ ഫ്രീഡം കൊടുക്കും. അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള അലയൻസുകൾ അവർക്ക് തീരുമാനിക്കാം. അതിന് ആരാണോ നമ്മളെ സഹകരിക്കുന്നത് ആ സഹകരിക്കുന്നവരുമായി തിരിച്ച് സഹകരിക്കാനുള്ള ഒരു ഫ്രീഡം നമ്മൾ എല്ലാ പഞ്ചായത്ത് കമ്മിറ്റികൾക്കും കൊടുക്കുന്ന രീതിയിലാണ് ആലോചിക്കുന്നത്. അത് വെള്ളിയാഴ്ച ചേരുന്ന സംസ്ഥാന ലീഡർഷിപ്പ് മീറ്റിൽ നമ്മൾ തീരുമാനമെടുത്ത് വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ ആ സ്ട്രാറ്റജി പൂർണ്ണമായിട്ട് നമ്മൾ തീരുമാനിക്കും. എന്തായാലും ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു ചർച്ചയിലേക്കും ഒരു മുന്നണിയിലേക്കും പോകുന്നില്ല എന്ന തീരുമാനം, അതിനാണ് സംസ്ഥാനത്തു നിന്നുള്ള പ്രവർത്തകരുടെയും ലീഡർഷിപ്പിന്റെയും മനോഗതം അതാണ്. അപ്പൊ അത് കൃത്യമായ ഒരു ചർച്ചയിലൂടെ ഒരു തീരുമാനമെടുത്തിട്ട് നമ്മൾ പ്രഖ്യാപിക്കും. ആരെ വാതിലും തൽക്കാലം പോയിട്ട് മുട്ടാനോ തുറക്കണ്ടോ ചോദിക്കാനോ നിൽക്കുന്നില്ല. നമ്മൾ സമദൂര സിദ്ധാന്തമാണ്. മൊത്തത്തിൽ അടവനായാണ്. അത് തിരിച്ചും മറിച്ചും അടവുണ്ടാവും. തിരിച്ചും മറിച്ചും അടവുണ്ടാകും. ജനങ്ങളുടെ വിഷയത്തിൽ ഇടപെടുന്ന ആരുമായും ഇടപെടും. 2 വാർഡിൽ UDF പിന്തുണ നൽകിയാൽ അവർക്കും, CPM പിന്തുണ നൽകിയാൽ അവർക്കും പിന്തുണ നൽകും. പിണറായിസവും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായും ഒരു ബന്ധവുമില്ല. LDFുമായും UDFുമായും സഹകരിക്കുമെന്നും അൻവർ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകുവാനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നതെന്നും PV അൻവർ പറഞ്ഞു. SS Gold, Pure Gold. SS Group, Nilambur.